നടന്നപ്പോൾ അവൻ എല്ലാ മനുഷ്യരോടും പറഞ്ഞത്, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അനുദപിക്കുവാൻ വേണ്ടിയാണ്. ബെത്സയിദ കുളക്കരയില് 38 വർഷമായിട്ട് ഒരു തളർവാദ രോഗി കിടന്നിരുന്നു. യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അവിടെ കിടപ്പിലാണ്. അവനെ സഹായിക്കാൻ ആരുമില്ല. അവിടെ ബെത്സയിദ കുളക്കരയില് സുഖം പ്രാപിക്കുന്നത് ആദ്യം വെള്ളത്തിലിറങ്ങുന്ന ആളാണ് സുഖം പ്രാപിക്കുന്നത്. പക്ഷെ അവൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവരെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അവന്റെ നിസ്സഹായ അവസ്ഥ യേശു കണ്ടു. അവനോട് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നോ? അപ്പൊ അവൻ പറഞ്ഞത്, യേശുവിനോട് പറഞ്ഞത്, കർത്താവേ, എന്നെ വെള്ളത്തിലിറക്കാൻ ആരുമില്ല എന്നാണ്. അപ്പോ യേശു പറഞ്ഞത്, നിന്റെ കിടക്കയും എടുത്ത് നീ വീട്ടിലേക്ക് പോവുക എന്നാണ്. അവൻ സന്തോഷത്തോടെ കുതിച്ചു ചാടി കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നീട് അവനെ ദേവാലയത്തിൽ വെച്ച് ഈശോ കണ്ടപ്പോൾ അവനോട് പറഞ്ഞു, ഇപ്പോൾ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുതേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം ഓരോ നിമിഷവും തന്റെ പ്രിയപ്പെട്ടവരുടെ അനുതാപത്തോടുകൂടിയുള്ള തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണ്. സ്വർഗരാജ്യ പ്രാപ്തിക്ക് വേണ്ടി ഈശോ ഉപമകളിലൂടെയാണ് മനുഷ്യരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൽ പറയുന്നു, മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെട്ട ഒരു വീട്ടുടമസ്ഥന് സദൃശ്യമായിട്ടാണ് ഈശോ അവിടെ അവതരിപ്പിക്കുന്നത്. രാവിലെ പുറപ്പെട്ടു. ആൾക്കാരിങ്ങനെ പുറത്ത് ചന്തസ്ഥലത്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, നിങ്ങൾക്ക് കൂലി തരാമെന്ന്. അങ്ങനെ ഉച്ചയ്ക്കും വൈകുന്നേരവും അലസരായി നിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ വീട്ടുടമസ്ഥൻ പറഞ്ഞു, നിങ്ങളും ചെല്ലൂ, അപ്പോ നിങ്ങൾക്കും കൂലി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മുന്തിരിത്തോട്ടത്തില് കൃഷിക്കാർക്ക് കൂലി കൊടുക്കുന്ന സമയത്ത് ആദ്യം വന്ന മുതൽ അവസാനം വന്നവര് വരെ ഓരോരുത്തർക്കും ഒരേ കൂലി തന്നെയാണ് ലഭിച്ചത്.